നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചാർട്ട് ഒന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ നമ്മളിത് വിശകലനം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമാണുള്ളൂ. അപ്പോൾ ഇതീ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തീർത്തും വ്യക്തിപരമായിരിക്കും. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് കാണരുത്. ഇതെൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെള്ള വര, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് വെള്ള വരയായിരിക്കും ഒന്നുകൂടെ കംഫോർട്ട്. ഈ ഒരു വെള്ള വര ഒരു മേജർ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ലൈനിനെ ഒരുപാട് തവണ ഇതിൻ്റെ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 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 അങ്ങനെ ഇവിടെ അങ്ങനെ പല സ്ഥലത്തും അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ലൈനിൽ തട്ടി തിരിച്ച് കയറി പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യമാണ് അത് ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് താഴത്തേട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അതങ്ങനെ ഒരുപാട് താഴത്തേട്ട് പോന്നിട്ടില്ല. അത് ഈ ഒരു റേഞ്ചിൽ നിന്ന് കണ്ടോ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഇത്തരം വ്യത്യാസമാണ് അവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ച് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വീക്ക്ലി ചാർട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ക്ലോൺ എടുക്കുമ്പോൾ അതിന് തന്നെ പാരലായിട്ട് നമുക്ക് വേറെ ലൈൻ കിട്ടും. അത് നമുക്കൊന്ന് മൂവ് ചെയ്ത് താഴത്തേട്ടാക്കി വെക്കാം. ഈ പുള്ളീനെ പിടിച്ചിട്ട് കിട്ടണമല്ലോ. പോട്ടെ, നമുക്കിത് വന്നല്ലോ. അപ്പോൾ ഇവിടെ അത് വെള്ള കളറിലിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അവനെ നമുക്ക് കളർ മാറ്റാം. പുള്ളിക്ക് ഏത് കളർ കൊടുക്കണം? പുള്ളിക്ക് നമുക്കൊരു ഇത്തിരിയുടെ ബ്രൈറ്റ് കളർ വേണ്ട. ഇപ്പം ഈ ഒരു കളർ കൊടുക്കാം. അത് കാണാൻ പറ്റില്ലല്ലേ? ഇല്ലല്ലോ, കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ? വേണ്ട, നമുക്ക് റെഡാക്കാം. റെഡ് എവിടെ? റെഡ് ഒന്നുകൂടെ തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ റെഡ് കളർ കൊടുത്തു. അപ്പോൾ ആ ഒരു ലൈനിനെ ഇവിടെ പല സ്ഥലത്തും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇത്തിരിയുടെ താഴണമായിരുന്നോ? ഇത്തിരിയുടെ താഴ്ത്തി വെക്കാം. നമുക്കത് ഇവിടെ കൊടുക്കാം. കണ്ടോ, അവിടെ ആ റെസിസ്റ്റൻസിൽ പല പ്രാവശ്യം പ്രൈസ് ആ റെസിസ്റ്റൻസിൽ തട്ടി താഴെ പോന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്തത് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു ബ്രേക്ക് ഔട്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത ആൾക്കാർക്കൊക്കെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവണം. അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് ബ്രേക്ക് ഔട്ട് കണ്ടിട്ട് എടുത്തേക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഒരു റേഞ്ചിട്ട് പോയി. അത് വളരെ പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആയിരുന്നു അന്ന്. നമ്മൾ കഴിഞ്ഞു പോയതിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സമയം മുതലേ ഇത് ഇവിടുന്നൊരു അത്രയും ആ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് മുകളിലോട്ട് പോയെങ്കിലും പിന്നെ അതൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു ആ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിച്ചേക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ വരയ്ക്കാം. അതായത് ഇവിടുന്ന് താഴത്തോട്ട് പോകുന്ന ഡൗൺ ട്രെൻഡ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഈ ചാർട്ടിൽ. നമ്മൾ ഓൾറെഡി ഇത് വരച്ച് വെച്ച കാരണം ഇവനൊന്ന് ശരിക്കും ഇതൊരു ലാപ്പിൽ വേണം ചെയ്യാൻ. ഈ മൊബൈൽ ആകുമ്പോഴത്തേക്കും നമുക്കതൊരു പ്രശ്നമാണ്. അത്ര വാന്നി കണ്ട. ഇപ്പോൾ ഈ ചുമല വേണ്ടല്ലേ? ചുമലയ്ക്ക് പകരം കൊടുക്കാൻ പറ്റിയ നല്ല കളർ ഏതാണല്ലേ? ഇതുപോലെ തന്നെ ഈ ബ്ലാക്കിൽ ഇത്തിരി ഇറച്ചി നിൽക്കണം. മഞ്ഞ ഇറച്ചി ഇപ്പോൾ മഞ്ഞയിൽ ക്ലിക്ക് ചെയ്തിട്ട് പച്ചയാണല്ലോ വന്നേ. എന്തെങ്കിലും ആട്ടെ, പച്ച എന്തായാലും ഇത്തിരി ഇറച്ചി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ച വര നോക്കൂ. ഈ പച്ച വരയിൽ ഇവിടെ 2 പ്രാവശ്യം ആ പച്ച വരയിൽ ഇടിച്ച് താഴത്തോട്ട് പോന്നു. പിന്നെ അത് ഇവിടെ 2-3 സ്ഥലത്ത് ഈ പച്ച വരേനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് അത് അവിടെ തന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. പക്ഷെ അതൊരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഈ പച്ച വരേനെ ബേസായിട്ട് അതൊരു ഡൗൺ ട്രെൻഡിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ഈ പച്ച വരേനെ
ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി, അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, എന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വന്നതാ വീണ്ടും ആ വരെ തന്നെ ടച്ചായി. ഇപ്പം നമ്മളുടെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ആദ്യം വരച്ച് വെച്ച് വെള്ള സപ്പോർട്ടിൽ നിന്ന് മുകളിലാണ്. ഇപ്പം നമ്മൾ ആ ഡൗൺ ട്രെൻഡ് വരച്ചേക്കുന്നതിൻ്റെ മുകളിലാണ്. അപ്പം എല്ലാം കൊണ്ടും ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഇത് കണ്ടോ, അത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്, എൻ്റെ മാത്രം പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എക്സ്പേർട്ട് ആയ ആളുടെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, എൻ്റെ മാത്രം വ്യൂവിലാണ് ഇത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞാനിവിടെ കാണുന്നുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ റെസിസ്റ്റൻസ് അതിൻ്റെ മുകളിൽ നോക്കിയാൽ കിട്ടുമല്ലോ. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ആ റെസിസ്റ്റൻസ് അത്ര പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രെൻഡ് ലൈൻ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ ഒന്ന് വരച്ച് വെക്കാം. ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ആ പുള്ളി അത്ര പ്രശ്നമാവാൻ സാധ്യതയില്ല. അതെന്താണെന്നറിയോ, ഇതിന് മുമ്പൊക്കെ ഇതൊന്ന് ചെറുതാക്കാം. ഇതുണ്ടോ, ഇതിന് മുമ്പൊക്കെ ഇത്രയും വലിയതല്ലേലും ഒരു ഡൗൺ ട്രെൻഡ് വന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ അതാ ഒരു സമയത്ത് അല്ലല്ലോ ഇതുമേ ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കാണിക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഒരു താഴത്തേട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് വന്നിരിക്കുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ ആ ഒരു വെള്ള ലൈനിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെയാണേലും ഇവിടെ അതുപോലൊരു ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ ഇത് കണ്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡൗൺ ട്രെൻഡ് വന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഓൾമോസ്റ്റ് ആ വെള്ള വരേനെ റെസ്പെക്റ്റ് ചെയ്തത് മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് ഈ രണ്ട് സന്ദർഭങ്ങളിലും. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതും ഡിലീറ്റ് ചെയ്ത് കളയാം. വേണ്ട, അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയില്ല. കണ്ട, എൻ്റെ വ്യൂവിൽ ഇതിപ്പോൾ ഒരു എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, അത് കാരണം ഇത് ഞാൻ മേടിക്കില്ല. പക്ഷേ ഇത് മേടിക്കാനുള്ള ഒരു ഒരു എൻട്രിക്കുള്ള ചാൻസ് എൻ്റെ വ്യൂവിലുണ്ട്. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടിൻ്റെ വ്യൂവിലുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡിൻ്റെ ചാർട്ട് വരച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഇതത്ര മോശം സ്റ്റോക്കൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഒരു വിദഗ്ധരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുവാണെങ്കിൽ നന്നായിരിക്കും. ഇവിടത്തേക്ക് ട്രെൻഡ് നമുക്ക് വേണമെങ്കിൽ ആ ട്രെൻഡ് ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ ചാർട്ടിനെ പറ്റി പഠിക്കുമല്ലേ. ഇവിടുത്തെ ഈ അപ് ട്രെൻഡും കൂടെ വേണമെങ്കിൽ വെറുതെ രസത്തിനും കൂടെ മാർക്ക് ചെയ്തിടാം. കണ്ടോ, നല്ലൊരു അപ് ട്രെൻഡായിരുന്നു. ഇതിനെ പാരലായിട്ട് വേണമെങ്കിൽ വേണ്ട, അത്രയും മതി. പക്ഷെ ആ ഒരു വര വരുമ്പോൾ നമ്മളിത് ഇങ്ങനെ ചെറുതാക്കി ചാർട്ട് ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതുണ്ടോ ഒരു രസമില്ല. ഇതിങ്ങനെ മാത്രം ഇരിക്കുകയാണെങ്കിൽ ഒരു ഭംഗിയുണ്ട്. വേണമെങ്കിൽ അവിടെ നമുക്കൊരു വരയും കൂടെ ഇതിന് ക്ലോൺ എടുത്ത് വരച്ച് വയ്ക്കാം. ഇതിവിടെ ആയിട്ട് വരച്ച് വയ്ക്കാം. വെച്ചാൽ മതി. എവിടെയാണ് ഇത്തിരിയും കൂടെ ഇതല്ല, കാണുമ്പോൾ ഒരു രസം വേണ്ട, അതിന് വേണ്ടി വരച്ച് വെച്ചാൽ. ശരിക്കും ഇപ്പം ഇവിടുന്ന് നമ്മളൊരു ഇത് റെഡ് തന്നെയാണല്ലേ. അപ്പോൾ ആ റെഡിൻ്റെ കളർ മാറ്റാം, ബ്ലൂ ആക്കി. ശരിക്കും ഇപ്പം നമ്മൾ ഇവിടുന്നാണ് ഇപ്പോൾ ഇത് ബൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റെഡ് ലൈൻ റെസിസ്റ്റൻസ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോകാണ്ട് വേണമെങ്കിൽ വിൽക്കാം. പിന്നെ ഇവിടെ താഴത്തേട്ട് വരുവാണെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് ഇവിടെ ഈ ഒരു പച്ച വരയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ വരച്ച് ഈ പച്ച വര, ഞാനിത് എടുക്കുമായിരുന്നെങ്കിൽ ഈ പച്ച വരയിൽ
ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്നായിരുന്നെങ്കിൽ ഞാനത് വിറ്റേനെ, ഞാൻ എടുത്തായിരുന്നെങ്കിൽ. പക്ഷെ ഞാനിത് എടുക്കാത്ത സ്ഥിതിക്ക് ഒന്നും ചെയ്യാനില്ല. എന്തായാലും എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡിനെ പറ്റി എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.